എരിശ്ശേരിക്ക് വേണ്ടിയിട്ട് ഞാൻ മത്തൻ ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അത് ഇതിലേക്കിടാം, ചട്ടിയിലേക്കിടാം. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഇതിലേക്കുള്ള കുറച്ച് ഉപ്പ്. ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് വേവിക്കാൻ വയ്ക്കും. ഇതൊന്ന് അടച്ചു വയ്ക്കണം. ഒരു പച്ചമുളകും കൂടി ഇടുക. ഇതൊന്ന് വേവട്ടെ. മത്തനിലേക്കുള്ള വെള്ളപ്പയർ, ഞാൻ ഒരു പിടി വെള്ളപ്പയർ എടുത്തിട്ടുണ്ട്. അത് ഞാൻ വേവിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇതാ കുക്കറിലിട്ട് വേവിച്ചതാണ്. ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചതാണ്. തലേ ദിവസം വെള്ളത്തിലിടുകയാണെങ്കിൽ നമുക്ക് അധികം ബുദ്ധിമുട്ടില്ല വേവിക്കാൻ. അല്ലെങ്കിൽ രാവിലെ ആണ് നമ്മൾ എടുക്കുന്നത് വെച്ചാൽ ഒരു 5-6 വിസിൽ വരേണ്ടി വരും. അപ്പോൾ ഇനി ഇത് ഇതിലേക്കിടാം. നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ചു വയ്ക്കാം. സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് വറവിടാനുള്ള തേങ്ങ വറക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിക്കാം. കുറച്ച് കൂടുതൽ തേങ്ങ വേണം. എണ്ണയും അതേപോലെ തന്നെ ആവശ്യത്തിന് വേണം. കാരണം എന്താ വെച്ചാൽ ഇത് നാടൻ വിഭവമാകുമ്പോൾ കുറച്ച് കൂടുതൽ നമ്മൾ എല്ലാ ദിവസവും ഒന്നും ഇങ്ങനെ ഉണ്ടാക്കണില്ലല്ലോ, അത് കാരണം. അതിലേക്ക് കടുക് കുറച്ചിടുക. ഒരു 2 ടേബിൾ സ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ചുവന്ന മുളകും കറിവേപ്പിലയും. ആദ്യം കറിവേപ്പില ഇടാം. അതിന് ശേഷം ഒരിത്തിരി വെള്ളം ഉണ്ടായിരുന്നതാണ്. ചുവന്ന മുളക് ഒരു 3 ചുവന്ന മുളക് പൊട്ടിച്ചതാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് തേങ്ങ, ഒരു 3 പിടി തേങ്ങ ഇട്ടിട്ടുണ്ട്. ഇനി ബാക്കി അരയ്ക്കാനുള്ളതാണ്. അത് ഇതിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് വേണം അരയ്ക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത് വറുക്കാം. ഇതൊന്നാവട്ടെ. ഇതൊരു ബ്രൗൺ നിറമാണ്. വറുത്തത് ആയിട്ടുണ്ട്. ഇതാ ഈ ഒരു കളറാണ്. ഒരു ബ്രൗൺ നിറമായി കഴിഞ്ഞാൽ നമുക്ക് നിർത്താം. ഇനി നമുക്ക് തേങ്ങ അരപ്പരയ്ക്കാം. അതിലേക്ക് കറിയിൽ വെള്ളം ഉണ്ടോ നോക്കുക. അതിലുണ്ടെങ്കിൽ ആദ്യത്തെ ഗ്രേവി എടുത്തിട്ട് വേണം അരയ്ക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇതൊരു കട്ടിയുള്ള തരവുമല്ലോ എലിശ്ശേരി എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ ആ വെള്ളം നമ്മൾ എടുത്തിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ, അരച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, അതിൻ്റെ ഒന്നും പോവില്ല. മുളക് ഉപ്പ് ഒന്നും പോവില്ല. അതിൻ്റെ എല്ലാ സത്തും അതിലുണ്ടാവും. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വേവാനായി തുടങ്ങിയിട്ടുണ്ട്. ഇതാ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ ഉടയാൻ തുടങ്ങിയിട്ടുള്ളൂ. ഒന്നും കൂടി ആവാണ്ട്. അപ്പോൾ ഇതൊന്നാവട്ടെ. ഇതിൽ ഗ്രേവി അധികം ഇല്ല എടുക്കാൻ. അപ്പോൾ നമുക്കിനി തേങ്ങ അരയ്ക്കാം. അടച്ചു വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് തേങ്ങ അരയ്ക്കാനുള്ള എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം. തേങ്ങ ഇത്ര എടുത്തിട്ടുണ്ട് ഞാൻ. ഒരു കപ്പ് തേങ്ങ. അതിലേക്ക് ഒരു 4-5 ഉള്ളി, ചെറിയ ഉള്ളി, 5 അല്ല 6-7 ചെറിയ ഉള്ളി, പിന്നെ ഒരു 2 നുള്ള് ജീരകം. ഇത്രയാണ് ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഞാൻ വെള്ളപ്പയർ വേവിച്ചപ്പോൾ കുറച്ച് അതിൽ വെള്ളം ബാക്കിയുണ്ട്. ഇതും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ടാണ് ഞാൻ അരയ്ക്കുന്നത്. ഇനി തുറന്ന് നോക്കാം.
അത് നന്നായിട്ട് ആയിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ഉടയ്ക്കണം. ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഇതിലേക്ക് തേങ്ങ അരച്ചത് ഒഴിക്കാം. അപ്പോൾ തേങ്ങ അരച്ചത് ഒഴിച്ചിരിക്കുകയാണ്. ഇത് നന്നായിട്ട് ഇളക്കട്ടെ. നമ്മുടെ എരിശ്ശേരി റെഡി ആയിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് ഉപ്പ് വേണോ, ഉപ്പ് പാകത്തിനുണ്ടോ എന്നുള്ളത് ഇപ്പം നോക്കാം. ഉപ്പൊക്കെ കറക്റ്റാണ്. ഒന്നിങ്ങനെ കൂട്ടി കൊടുക്കുക, തീ കൂട്ടി കൊടുക്കുക. ഒന്നൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ഒരു ലേശം പഞ്ചസാര ഇടുന്നുണ്ട്. ഒരു നുള്ളു പഞ്ചസാര. ഇതൊന്ന് ആവട്ടെ. ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വറുത്തത്, തേങ്ങ വറുത്ത് വെച്ചത് അതിലേക്ക് ഇടാം. തിള വരുന്നുണ്ട്. അത് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ തേങ്ങ വറുത്ത് വെച്ചത് ഇതിലേക്ക് ഇടാം. നമുക്ക് ഓഫാക്കാം. നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള എലിശ്ശേരി റെഡി ആയിരിക്കുകയാണ്. അപ്പം ഈ വർഷത്തെ ഓണത്തിന് എല്ലാവരും സൗസിൻ്റെ ഈ എലിശ്ശേരി ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇനി അടുത്തൊരു ഓണ വിഭവമായിട്ട് ഞാൻ വരാം. അതുവരേക്കും എല്ലാവരോടും ബായ്. With